പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 37-32 വാക്യം. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു, എന്നാൽ യഹോവ നീതിമാനെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്നത്. എക്കാലവും ദുഷ്ടന്മാർ നീതിമാന്മാരെ കൊല്ലുന്നു, നിഷ്കളങ്കന്മാരെ തകർത്ത് കളയുവാൻ നോക്കുന്നു. അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ നീതിമാന് രക്ഷയുണ്ട്. എവിടെ? ദൈവത്തിൻ്റെ കയ്യാൽ. യഹോവ തൻ്റെ ഭക്തന്മാരുടെ മേൽ സദാ ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ദുഷ്ടന്മാർ അല്പസമയം പ്രബലന്മാരായി തീരും പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്നേക്കുമല്ല. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം ഞാൻ ആ വഴിയെ പോയപ്പോൾ അവനെ കാണാനില്ല. എന്നാൽ നീതിമാന്റെ രീതിയോ, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ യഹോവ സ്ഥിരമാക്കും. ഇതാണ് നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. അല്പസമയം ദുഷ്ടന്റെ ആധിപത്യം, ദുഷ്ടന്റെ ശക്തി, ദുഷ്ടന്റെ പ്രവൃത്തി നീതിമാന് വിരോധമായിരിക്കും. ഒരു നൊടിനേരത്തേക്കുള്ളതായ ഈ സങ്കടം, ഈ കഷ്ടം സാരമില്ലെന്നെണ്ണിയാൽ അതെ, നീതിമാനെ എന്നേക്കും സ്ഥിരമാക്കി ഒരു വാസം കൊടുക്കുന്ന ദൈവമാണ് രാവിലെ സമയം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ മാതൃക പുരുഷനായ ക്രിസ്തു, നമ്മുടെ രക്ഷാനായകനായ ദൈവം അതെ ഈ ലോകത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ ദുഷ്ടന്മാരുടെയും സ്വജാതിയിൽ നിന്നും അനേകമായ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. അത് മാനസിക പീഡയായി, അത് ശാരീരിക ബുദ്ധിമുട്ടുകളായി, വളരെ ശക്തമായി താൻ അനുഭവിക്കേണ്ടുന്ന പീഡകൾ ഓർത്തി. എന്നാൽ ക്രിസ്തുവോ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നൊടി നേരത്തേക്ക് ദുഷ്ടന്മാർ പ്രബലന്മാരായിപ്പോയി, അവരുടെ ഉദ്ദേശങ്ങൾ സാധിച്ചുപോയി എന്നവർക്ക് തോന്നി. എന്നാൽ പിന്നത്തേതിലോ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ എന്തുദ്ദേശത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചുവോ ആ ഉദ്ദേശം നിവർത്തിച്ച് കർത്താവ് തന്നെ മടക്കിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ ദുഷ്ടന്മാർ വിചാരിച്ചു എന്നേക്കുമാണെന്ന്. ഇല്ല, നൊടി നേരത്തേക്ക് മാത്രം, അല്പസമയത്തേക്ക് മാത്രം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കപ്പെട്ടപ്പോൾ മരിച്ചു, പാതാളത്തിലിറങ്ങി, തകർന്നുപോയി എന്ന് തോന്നിയതായ സ്ഥാനത്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും രാജാവായി ജീവിക്കുന്നു. അവനെ നിന്ദിച്ചു. നീ രാജാവാണോ, യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞ് നിന്ദിച്ചു. ഒരുപാട് സങ്കടങ്ങൾ, ശാരീരിക പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ക്രിസ്തു എക്കാലത്തും രാജാവാണ്. അവൻ രാജാതിരാജാവ് തന്നെയാണ്. എന്നതുപോലെ ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ എന്നും ദൈവകുഞ്ഞുങ്ങളാണ്. എന്നാൽ ജോലിസ്ഥലങ്ങളിൽ, സമൂഹത്തിൽ കാണുന്ന കേൾക്കുന്ന അനേകരുടെ മധ്യത്തിൽ പലപ്പോഴും നിന്ദകളും പരിഹാസങ്ങളും വേദനകളും ഉദ്ദേശിക്കുന്ന സ്ഥാനങ്ങളും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചില്ല എന്ന് വരും. എങ്കിലും തകർന്നു പോകരുത്. നീതിമാനെ യഹോവയെ അറിയുന്നു, അവൻ്റെ വഴിയെ ദൈവം സ്ഥിരമാക്കുന്നു, അവനെ ഉള്ളങ്കരങ്ങളിൽ ദൈവം താങ്ങുന്നു. ആകയാൽ നിങ്ങൾ യഹോഭക്തരായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം തകർന്നു പോകണ്ട. ദുഷ്ടന്റെ ഉപദ്രവം ഹേതുവായി നിങ്ങൾ നിന്ദിച്ച് തലകുനിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ദൈവം നമ്മെ ഉയർത്തും. ദൈവം നമ്മുടെ തലയെ ഉയർത്തും. അതെ, ശത്രുവിന് മുമ്പാകെ യഹോവ നിന്റെ തലയെ ഉയർത്തും. നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. അതിവേഗത്തിൽ ആ ദിനം കടന്നു വരുന്നു. പൂർണ്ണമായി സമർപ്പിച്ച ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ.